ദാസനാകുന്ന അപ്പോസ്തലനായി പത്രോസ് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നശിച്ചു പോകുന്ന ഒന്നുകൊണ്ടല്ല. സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അത് അഴിഞ്ഞു പോകുന്നതാ, നശിച്ചു പോകുന്നതാ, നാശം സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യമാ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നത്, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നശിച്ചു പോകാത്ത രക്തമാണ്. ഒരു സ്വർഗീയ യെരൂശലേമുണ്ട്, ഒരു ഭൗതിക യെരൂശലേമുണ്ട്. ഒരു സ്വർഗീയ ഭൗതിക യെരൂശലേം എന്ന് പറയുന്നത് ഇന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഇസ്രയേലിലുള്ളതായിരിക്കും ഒരു സ്ഥലമാണ്. അതൊരു ഭൗതിക യെരൂശലേമാ. പക്ഷെങ്കിൽ ഭൗതിക യെരൂശലേമിനേക്കാൾ വലുതാണ് ഒരു സ്വർഗീയ യെരൂശലേം. ആ സ്വർഗീയ യെരൂശലേം എവിടെയായിരിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ നിങ്ങൾ കടന്നു പോകുവാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗത്തിൽ. ആ സ്വർഗത്തിലുണ്ട് ഒരു സീനായ് മല. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒന്നുണ്ട്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുവിനെ അവിടെ കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുണ്യാഹ രക്തമാണ്. പിന്നെ പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത്. എന്താ ഹാബേലിന്റെ രക്തത്തിന്റെയും കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെയും പ്രത്യേകത എന്ത്, വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ആ ക്രൂശിൽ കടന്നുകൊണ്ട് അരുമനാഥനാകുന്ന യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒന്ന് ക്ഷമ ചോദിക്കുമ്പോൾ മറ്റൊന്ന് പ്രതികാരം ചെയ്യുക, ചോദിക്കുക.